to Giggly Cow. ഹായ് ഗൈസ്, വെയിലിന്റെ അതിപ്രഹസനം കൊണ്ടാണ് ഞാനിങ്ങനെ ഓടി കെട്ടിയിട്ടുള്ളത്. ഞങ്ങള് ഒരിടം വരെ പോവുകയാണ്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയണ പോലെ ഞങ്ങൾ ഇറങ്ങുന്നത് മൊത്തം നല്ല കൊട്ടൻ വെയിലത്തായിരിക്കും. അത് നിങ്ങളിപ്പോൾ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ പോക്കും ഇതൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്ത് പോകുന്നതാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു വളരെ പ്ലാൻ ചെയ്ത് അങ്ങനെയുള്ള ഒരാളുകളല്ല. ഇപ്പൊ എന്താണോ ഞങ്ങൾക്ക് തോന്നുന്നത്, ഇപ്പൊ എങ്ങോട്ടാണോ പോവാൻ തോന്നുന്നത്, ജസ്റ്റ് റെഡി ആയിക്കോ പോവാ നല്ല അങ്ങനെയുള്ള ഒരു ആൾക്കാരാണ്. അപ്പോ വളരെ പെട്ടെന്ന് വീട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇന്ന് നമുക്ക് ഇങ്ങനെ പോയാലോ എന്ന രീതിയിൽ ഇറങ്ങി തിരിച്ചട്ടെ. സോ അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഡെസ്റ്റിനേഷനെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. ഓക്കെ, നമ്മൾ പോവാത്തൊരു സ്ഥലം അങ്ങോട്ട് പോവാന്നുള്ളത്. സോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. 600 മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. 550 മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. 500 മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. 450 മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. 400 മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. 300 മീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് തിരിയുക. അതിലൂടെ തിരിയുക. ബസ് അങ്ങോട്ടല്ലോ, ഇങ്ങോട്ട്. നമുക്ക് ഇതിലൂടെ തിരിയാം. ആ കാണുന്നതാണ് മല. നിങ്ങളത് കാണുന്നുണ്ടോ? മല കാണുന്നുണ്ടോ? അതാണ് മല. ആ മല, കുന്ന്, നമുക്ക് പോകേണ്ട സ്ഥലം. ഡോറ എന്നോടൊപ്പം പറയൂ. മല, കുന്ന്, നമുക്ക് പോകേണ്ട സ്ഥലം. പറയൂ ബാക്ക്. പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻകൊള്ളിയാ. പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻകൊള്ളിയാ. ഗന്ധർവൻ മൂളുന്ന മതിലകം മന്ദാരം പൂവിട്ട തണലിൽ
നോക്കാം. ഞങ്ങൾക്ക് തലയുടെ മുകളില് മല. നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ കാണുന്നത് ഫുള്ള് മരങ്ങളാണ്. എന്താ വ്യൂ, അടിപൊളി വ്യൂ. ഇത് കാണാനും വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വരല്ലേ. ഉണ്ടോ എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക്, എന്റെ ബാക്ക്ഗ്രൗണ്ട്. കളവെടുക്കും. എന്താ ചെയ്യടാൻ? അതെ, കട്ട കിട്ടിയൊക്കെ നനക്കാം. ഇത് നനക്കാൻ വരും. റോഡില്ല, അത് ഡബ്ല്യൂ കിട്ടും. ഉണ്ടോ? It's a narrow passage. Good. എന്താ ഭംഗി. ആട്. ഇവിടെ വണ്ടി എടുത്താൻ പറ്റില്ല. ഹലോ ഗൈസ്, ഞങ്ങൾ ഇപ്പം നല്ലൊരു എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയണത് കക്കയം ഡാമിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ്. ഞങ്ങൾ ഫസ്റ്റ് കരിയത്തുംപാറയാണ് ഇപ്പം പോകുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കക്കയം, പിന്നെ ഒരു 20-something കിലോമീറ്റർ അവിടെ നിന്ന് അങ്ങോട്ടുണ്ട്. കരിയത്തുംപാറയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കക്കയം ഡാമൊക്കെ അത്രയുണ്ട്. അപ്പോൾ ആ പോകുന്ന റൂട്ടാണിത്. നല്ല ഭംഗി, നല്ല കുറച്ച് എന്താ പറയുക, ഒരു ചുരം പോലെ ഇങ്ങനെ അങ്ങനെയാണ് വരുന്നത് ഇവിടുത്തെ റോഡുകൾ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് കരിയത്തുംപാറ പോയതിന് ശേഷം കക്കയം പോകാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. ആദ്യം കരിയത്തുംപാറ, കാരണം ഇപ്പം ടൈം തന്നെ സമയം ടൈം എത്രയായി? 3:41 ഇപ്പോൾ. ഇനി കരിയത്തുംപാറ പോയിട്ട് വേണം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 20-something കിലോമീറ്ററാണ്. അപ്പം എത്തുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഫസ്റ്റ് പോകുന്നത് കരിയത്തുംപാറയാണ്. എന്തായാലും കരിയത്തുംപാറ എത്തിയിട്ട് അവിടുത്തെ വ്യൂ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ വരുന്ന വഴിയൊക്കെ അടിപൊളി. ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കരിയത്തുംപാറ എടുത്തു. ഇനി 1.6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടെ എത്താനായിട്ട്. ഇങ്ങോട്ടുള്ള വ്യൂ, ഇങ്ങോട്ടുള്ള
നാച്ചർ എന്ന് പറയണത്, ഇവിടുത്തെ പ്രകൃതി എന്ന് പറയണത് അമേസിങ്. എന്താ ഭംഗി നമ്മുടെ കാണാന്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങള് എൻ്റെ ഫോണിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഒതുങ്ങുന്നില്ല അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. നമ്മളിങ്ങനെ കൺമുൻപിൽ ഒരു വലിയ മല ഇങ്ങനെ നിൽക്കുകയാണ്, അത്രയും ഭംഗിയിലാണുള്ളത്. എന്ത് ഭംഗിയാ കാണാനെന്നോ. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു ക്യാൻവാസ് പോലെ ഒരു ഫുൾ മല നമ്മുടെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഭംഗി കാണാൻ. നല്ല ഭംഗിയുള്ള ഏരിയ. അപ്പം ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഈ കരിയത്തുമ്പാറ എന്നുള്ള സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ വരുന്ന വഴി ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അവിടെ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റ്ലി നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇരിക്കുക കേട്ടോ അത് കാണാനായിട്ട്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ എത്തും. പാർക്കിംഗ് ഞങ്ങളിവിടെ എത്തി. ഇവിടെ പേ പാർക്കിംഗ് ആണ്. നിങ്ങൾ എത്തിച്ചേർന്നു. താങ്ക് യു. വെയിലിന്റെ അതികാഠിന്യം. അങ്ങനെ അവിടെ എത്തിയ ആദ്യം ഞങ്ങൾ ചെയ്തത് 2 കുലുക്കി സർവത്ത് മേടിച്ച് അത് കുടിക്കുകയാണ് ചെയ്തത്. അവന്റെ ക്ഷീണമൊന്ന് മാറ്റി നല്ല എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറി. അവിടെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അവിടുത്തെ ക്ലിപ്പ് കൂടെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോന്റെ ലെങ്ത് വളരെ അധികം കൂടുന്നത് കൊണ്ടാണ് ഇതിൽ ആ ക്ലിപ്പുകൾ ആഡ് ചെയ്യാഞ്ഞത്. അത് ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളിയാണ് അവിടുത്തെ വ്യൂ കാണാനായിട്ട്. അതുപോലെ ചെറിയൊരു ആക്ടിവിറ്റി കൂടെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.